വിച്ച് ആർ ദ ഡിസൈൻ പ്രിൻസിപ്പിൾസ് സീൻ ഇൻ ദ ഇമേജ് എന്നാണ് ചോദ്യം ഉണ്ടായിരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഈ റിപ്പീറ്റേഷൻ അതുപോലെ റിതം എന്നൊക്കെ പറയുന്നതിൽ കുറച്ചൊരു ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിലൊക്കെ റിപ്പീറ്റേഷൻ ഇല്ലേ, റിതം ഇല്ലേ, ചേഞ്ച് വരുന്നുണ്ടല്ലോ എന്നൊക്കെ നമ്മൾക്ക് തോന്നാം. പക്ഷെ ഞാൻ പറയട്ടെ, ഒരു കൺസിഡറബിൾ എമൗണ്ട് ഓഫ് റിപ്പീറ്റേഷൻ വരണം, അല്ലെങ്കിൽ അത്രയും നമ്പേഴ്സ് വരുമ്പോഴാണ് നമുക്ക് അതിൽ റിതം ഉണ്ടോ റിപ്പീറ്റേഷൻ ഉണ്ടോ എന്നൊക്കെ പറയാൻ പറ്റും. അപ്പൊ ഒരു 3 to 4 നമ്പേഴ്സ് ഒന്നും കൊടുത്തിട്ട്, അല്ലെങ്കിൽ 5 to 6 ആയാലും അതിൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് റിപ്പീറ്റേഷൻ റിതം എന്ന് പറയാൻ പറ്റില്ല. അത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്താലാണ് നമുക്ക് അതിൽ ആ ഒരു റിപ്പീറ്റേഷൻ അല്ലെങ്കിൽ പാറ്റേൺ റിതം എന്നൊക്കെ പറയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഓപ്ഷൻ എ നമുക്ക് തൽക്കാലത്തിന് വേണ്ടാന്ന് തീരുമാനിക്കാം അല്ലെ. റിപ്പീറ്റേഷൻ റിതം അതിൽ വരുന്നില്ല. പിന്നെ എന്താണ് ഹാർമണി ആൻഡ് ബാലൻസ്. ഹാർമണി ഉണ്ട് അല്ലെ, ആ ഒരു കളേഴ്സിന്റെ കോമ്പിനേഷൻ ഒക്കെ നല്ല സൂതിങ് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ബാലൻസും ഡെഫിനറ്റ്ലി ഒരു അസിമെട്രിക്കൽ ബാലൻസ് ഉണ്ട്. ചെറിയ ചെറിയ ഡിഫറൻസ് ആണ് ആ സീറ്റിങ്ങിലുള്ള ഡിഫറൻസ്. അപ്പൊ ഇതില് പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്, ബാലൻസ് ആൻഡ് സിമെട്രി. ബാലൻസ് ഉണ്ട്, പക്ഷെ സിമെട്രി ഞാൻ പറഞ്ഞു എന്താ മിറർ ഇമേജ് വരണം അല്ലെ. അപ്പൊ ഇവിടെ ഒരു അസിമെട്രിക്കൽ ബാലൻസ് ആണുള്ളത്, അതുകൊണ്ട് നമുക്ക് സിമെട്രി എന്ന് പറയാൻ പറ്റില്ല. പിന്നെ മൂവ്മെന്റ് ആൻഡ് വെറൈറ്റി, അതും മൂവ്മെന്റ് എന്നൊക്കെ പറയണമെങ്കിൽ നമുക്ക് ഒരുപാട് റിപ്പീറ്റേഷൻ വരണം അല്ലെങ്കിൽ റിതം വരണം, എന്നാലാണ് നമുക്ക് അതിൽ മൂവ്മെന്റ് ഉണ്ടോ ഇല്ലേ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ കറക്റ്റ് ഉത്തരം ഹാർമണി ആൻഡ് ബാലൻസ്. കൂടി എനിക്ക് തോന്നുന്നു ഈസി ആയിരുന്നു. ചിലപ്പോ നിങ്ങൾക്ക് നാറ്റ എക്സാമിന് കുറച്ചും കൂടി കൺഫ്യൂസിങ് ആയിട്ടുള്ള ചോയ്സ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾ നല്ല കീനായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് നോക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. അതായത് ഓപ്ഷൻ ഇതല്ല എന്ന് പറഞ്ഞ് നമുക്ക് അതിനെ കട്ട് ചെയ്ത് കളയാൻ നോക്കാം, കൺഫ്യൂസിങ് ആയിട്ടുള്ള ആൻസേഴ്സ് വരികയാണെങ്കിൽ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ കറക്റ്റ് ഉത്തരത്തിൽ എത്തേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് ഇവിടെ എംഫസിസ് കാണാം അല്ലെ. എംഫസൈസ് ചെയ്തിട്ടുള്ള ഒരു ഷേപ്പും സൈസും നമുക്ക് അവിടെ കാണാനുണ്ട്. അത് ഓബ്വിയസ് ആണ്. പിന്നെന്താണ് ഇവിടെ വരുന്നത്, റിപ്പീറ്റേഷൻ റിതം അതൊക്കെ ഉണ്ടെന്ന് പറയാം അല്ലെ. അപ്പൊ വേറൊരു ആൻസർ എന്ന് പറയുന്നത് റിപ്പീറ്റേഷൻ എംഫസിസ്. പിന്നെ വെറൈറ്റി ആൻഡ് ബാലൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ബാലൻസ് ഉണ്ട് പക്ഷെ വെറൈറ്റി പറയാൻ പറ്റില്ല. പിന്നെ അഗൈൻ യൂണിറ്റി ആൻഡ് റിതം. യൂണിറ്റി റിതം ഉണ്ടെന്ന് പറയാം അല്ലെ, പക്ഷെ അവർ ഒറ്റൊരു ചോയ്സ് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ നമ്മൾ ഏറ്റവും ഒബ്വിയസ് ആയിട്ട് ഏറ്റവും എടുത്തു നിൽക്കുന്ന പോയിന്റ് എംഫസിസ് ആണ് ഇതിൽ നോക്കിയാൽ ഏറ്റവും പെട്ടെന്ന് കാണുന്നത് അല്ലെ. അപ്പൊ എംഫസിസും റിപ്പീറ്റേഷൻ എന്നുള്ള ഓപ്ഷൻ ആണ് നമുക്ക് ഇതിൽ ചൂസ് ചെയ്യാൻ പറ്റുക. യൂണിറ്റി റിതം ഇല്ല എന്ന് പറയുന്നില്ല. ഓക്കെ, യൂണിറ്റി റിതം അതിലുണ്ട്. ഇതുപോലെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചോയ്സസ് ആയിരിക്കും വരിക. അപ്പൊ അത് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അതിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഹാർമണി നമുക്ക് പറയാം, ഇതിൽ ബാലൻസും അതും തെറ്റില്ല, തെറ്റുത്തരാണെന്ന് പറയാൻ പറ്റില്ല. ആകെ ഇതിൽ വെറൈറ്റി ഇല്ല എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിൽ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് റിപ്പീറ്റേഷൻ എംഫസിസ് ആണ്.